ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഈസി ആയിട്ട് നല്ല ടേസ്റ്റുള്ള ബീഫ് കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ പിന്നെ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരും. അപ്പോൾ ഒട്ടും താമസിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ബീഫ് കറിക്ക് വേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ കുറച്ച് നെയ്യോട് കൂടിയ ബീഫാണ്. പിന്നെ നമുക്ക് വേണ്ടത് 3/4 കിലോ ചുമന്നുള്ളി ഇടുമ്പോഴാണ് കറിക്ക് ടേസ്റ്റ് കൂടുന്നത്. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത്, കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, കറിവേപ്പില, പിന്നെ 4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 6 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ, പിന്നെ ആവശ്യത്തിന് ഉപ്പും. ആദ്യം സ്റ്റൗ കത്തിച്ച് ചീനച്ചട്ടി വെക്കുക. ചീനച്ചട്ടി ചൂടായതിനു ശേഷം കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ തേങ്ങാക്കൊത്തിട്ട് അത് ബ്രൗൺ കളർ ആകുമ്പോൾ കോരിയെടുത്ത് മാറ്റി വെക്കണം. അതിനുശേഷം എണ്ണയിൽ കടുകിട്ട് പൊട്ടിച്ചിട്ട് സവാളയും ചുവന്നുള്ളിയും ഇട്ട് വഴറ്റുക. കൂട്ടത്തിൽ 2 തണ്ട് കറിവേപ്പിലയും ഇടുക. ഉള്ളി നല്ലതുപോലെ വഴലാൻ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് വഴറ്റുക. ഉള്ളി വഴന്നു കഴിയുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് പിന്നെയും വഴറ്റുക. അതിനുശേഷം മുളക് പൊടിയും മല്ലിപ്പൊടിയും പറഞ്ഞ അളവിലെടുത്തിട്ട് വേറൊരു പാൻ എടുത്ത് മൂപ്പിച്ചെടുക്കുക. മുളക് പൊടിയും മല്ലിപ്പൊടിയും മൂപ്പിച്ചെടുക്കുന്നത് വീഡിയോയിലില്ല. അതിനുശേഷം വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയിൽ ഈ മൂപ്പിച്ചെടുത്ത പൊടി ഇട്ട് കുറച്ച് എണ്ണയും ഒഴിച്ച് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. കൂടെ കുറച്ച് ഇറച്ചിക്കൂട്ടും ഇട്ട് ഒന്നുകൂടി വഴറ്റി മാറ്റി വെക്കുക. അതിനുശേഷം ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് ഈ വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളി കുക്കറിലിട്ട് ബീഫും ഇട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും ഇട്ട് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കുക്കർ അടച്ചു വെച്ച് 6 വിസിൽ അടുപ്പിക്കുക. അങ്ങനെ നല്ല ടേസ്റ്റുള്ള ഈസി ബീഫ് കറി റെഡിയായി. ഇനി ഇത് ചോറിന്റെ കൂടെ വിളമ്പാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.